എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. പപ്പടം കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം. റവ എടുക്കുമ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. അപ്പം വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചെടുത്ത് ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിൽ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. മാവിലേക്ക് എണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. കുറച്ചുകൂടെ ഒന്ന് മാവ് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നമുക്കിതിനൊന്ന് മൂടി വെച്ച് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അത് 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് മാവ് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇതേപോലെ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം ചപ്പാത്തി പലകയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് റോളാക്കി എടുക്കാം. ഇതുപോലെ നീളത്തിലാക്കിയതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ചെറിയ ചെറിയ ഓരോ ബോൾസിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു രീതിയിൽ ഒരു പപ്പടത്തിൻ്റെയൊക്കെ വലുപ്പത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. അപ്പം പപ്പടം ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കത് സ്നാക്സ് ആക്കി എടുക്കാനാണ്. അപ്പോൾ ആ ഒരു വലുപ്പത്തിൽ പരത്തി കൊടുക്കാം. ഇതുപോലെ അടുത്തതും എടുത്ത് ഈ ഒരു വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവെല്ലാം ഇതേപോലെ പരത്തി മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് പപ്പടമാണ്. അപ്പം പപ്പടം എടുത്തതിന് ശേഷം വെള്ളത്തിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. വെള്ളത്തിലേക്കിട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പരത്തി വെച്ചിരുന്നതിൽ നിന്ന് ഒരു ചപ്പാത്തി എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് ഈ കുതിർത്ത പപ്പടം എടുത്ത് വയ്ക്കാം. വീണ്ടും അടുത്ത ഒരു ചപ്പാത്തി കൊണ്ട് ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് പരത്തി കൊടുക്കാം. നല്ലതുപോലെ എത്രത്തോളം പരത്താൻ വരുമ്പോൾ ആ ഒരു വലുപ്പത്തിൽ പരത്തി കൊടുക്കാം. പരത്തുമ്പോൾ തന്നെ സൈഡൊക്കെ നന്നായിട്ട് പപ്പടവും ചപ്പാത്തിയും കൂടെ നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ടണം. ആ ഒരു രീതിയിൽ എല്ലാം പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ അടുത്തതും ഇതേപോലെ ചപ്പാത്തി വെച്ച് കൊടുത്തിട്ട് അടുത്തൊരു പപ്പടം വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ അടുത്തത് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ എല്ലാം തയ്യാറാക്കി എടുത്തതിന് ശേഷം ഇതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിനൊരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കണം. സ്ക്വയർ ഷേപ്പിലാക്കിയതിന് ശേഷമാണ് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇനി ഇതേപോലെ ചെറിയ ചെറിയ പീസസായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചപ്പാത്തി പലകയിൽ നിന്ന് മാറ്റി കൊടുത്ത് ഓരോന്നും ഇതേപോലെ ഇളക്കിയെടുക്കാം. ഇളക്കി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആ തയ്യാറാക്കി വെച്ചിരിക്കുന്നതെല്ലാം ഇതേപോലെ ഒന്ന് പരത്തി കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇത്രത്തോളം അതിൽ നിന്നും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനിതാ നന്നായിട്ട് തിളച്ച് കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നല്ലതുപോലെ തിളച്ചടങ്ങുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കണം. അപ്പം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് വറുത്ത് കോരിയെടുക്കാം. നന്നായിട്ടൊന്ന് കളർ മാറി ഒരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരു കപ്പ് മൈദയും 3-4 പപ്പടവും ഉണ്ടെങ്കിൽ ഇതേപോലെ പ്ലേറ്റ് നിറയെ സ്നാക്സ് തയ്യാറാക്കി എടുക്കാം. അപ്പം ബാക്കിന് തയ്യാറാക്കി വെച്ചിരിക്കുന്നതും ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരി എടുക്കാം. നന്നായിട്ട് പൊള്ളി നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പം ഈ ഒരു രീതിയിൽ പപ്പടവും മൈദയൊക്കെ കൊണ്ട് തയ്യാറാക്കി നോക്കൂ. അപ്പം നമുക്ക് നിറയെ സ്നാക്സ് ഈ ഒരു അളവിൽ തയ്യാറാക്കി എടുക്കാം. അപ്പം ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കിടിലൻ ഒരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വീർത്ത് വലിപ്പം വെച്ച് വരും. പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അടുത്തതും ഇതേപോലെ നല്ലതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ബാലൻസ് ഉള്ളതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു രീതിയിൽ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.